തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവ് വരുന്നു. വെൽക്കം മിനിസ്റ്റർ. തദ്ദേശത്തിലും മറ്റുമൊക്കെ കനത്ത തിരിച്ചടി നേരിട്ടു. മാത്രമല്ല നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ലോക്സഭയിലും വലിയ തിരിച്ചടിയാണ്. ഇതിനെയൊക്കെ മറികടക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വിധി എഴുതുന്നത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമായി വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും വരുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അവർക്ക് ജനങ്ങളിൽ ഉള്ള പ്രാദേശികമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. സ്വാഭാവികമായിട്ടും സംസ്ഥാന രാഷ്ട്രീയമെല്ലാം കുറേ ഏറിയും കുറയും പ്രതിഫലിക്കും. നമ്മൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും സ്റ്റേറ്റിനകത്തും നടക്കുന്ന വികസന കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതായിരിക്കും പ്രധാനമായിട്ടും ജനങ്ങളുടെ വിധിയെഴുത്തിനെ സ്വാധീനിക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ ജനപക്ഷപരമായി വരുത്താൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഈ 5 വർഷവും അതിന് മുൻപുള്ള 5 വർഷവും ഭരണത്തിലിരുന്നത്. അപ്പോൾ കണ്ടിന്യൂവിറ്റി ജനജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. കേരളത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ വ്യാവസായികവുമായ എല്ലാ മേഖലകൾക്കകത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നോക്കിയാൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികളാണ്. ലൈഫ് പദ്ധതിയാകാം, അതിദാരിദ്ര്യ വിമുക്തമാകലാകാം, വയനാടിൻ്റെ പുതിയ ടൗൺഷിപ്പ് നിർമ്മാണമായിരിക്കാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കകത്തും സാധാരണ ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അവർക്ക് വേണ്ടി പുതിയ പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഭരണത്തിലുള്ളത്. എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വിമർശനം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ക്ഷേമകാര്യങ്ങളിൽ നന്നായി മുന്നേറും, പശ്ചാത്തല സൗകര്യങ്ങളിലും ഉൽപ്പാദന മേഖലകളിലും വേണ്ടത്ര മുന്നേറുന്നില്ല എന്നതായിരുന്നു. എന്നാൽ അത് മാറ്റാൻ കഴിഞ്ഞ 10 വർഷമാണ് പിന്നിട്ടത്. കേരളം വ്യവസായ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ വരുന്നു. പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മതനിരപേക്ഷത നോക്കുകയാണെങ്കിൽ 10 വർഷക്കാലം ഒരു വർഗീയ കലാപവും നടക്കാത്ത ഇന്ത്യയിൽ അപൂർവ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് പി രാജീവ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ